തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ വാദത്തെ എതിർത്തുകൊണ്ടിപ്പോൾ കടുത്ത മോദി വിരുദ്ധനായിരുന്ന ജേർണലിസ്റ്റ് കൂടിയായ രാജ്ദീപ് സർദേശായി രംഗത്ത്. രാഹുൽ ഗാന്ധിയെ മുൾമുനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള NDA 240 സീറ്റുകളാണ് വിജയം നേടിയത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചാണ് മോദി വിജയം കൈവരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം 240 സീറ്റിൽ അത് ഒതുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. 350 സീറ്റുകളിലും വേണമെങ്കിൽ മോദിക്ക് വിജയിക്കാമായിരുന്നില്ലേ എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്നാൽ രാജ്ദീപ് സർദേശായിയുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ രാഹുൽ ഗാന്ധിക്ക് മറുത്തൊന്നും തന്നെ പറയാൻ സാധിക്കാതെ നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, നിരന്തരം മോദി വിരുദ്ധത മാത്രം പറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു. പെട്ടെന്നുള്ള മനംമാറ്റത്തിൽ രാഹുൽ ഗാന്ധിക്ക് അടക്കമാണ് ഇപ്പോൾ അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നല്ല അടിയാണിപ്പോൾ രാജ്ദീപ് സർദേശായി നൽകിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. എന്തിനും ഏതിനും മോദിയെ എതിർക്കുകയും രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുകയും ചെയ്യുന്ന രാജ്ദീപ് സർദേശായി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത കള്ളത്തോട് വലിയ വിയോജിപ്പാണ് പ്രകടമാക്കിയിരിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം പരാമർശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സഹിതം തെളിവുകളായാൽ അത് പരിഗണിക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നതും കമ്മീഷനും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന നിലപാടുമായി രാഹുൽ ഗാന്ധിയും ഉറച്ചു നിൽക്കുന്നു. പാർലമെന്റിലെ സത്യപ്രതിജ്ഞയും ഈ ആരോപണവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നതെന്നും രാഹുലിനെ പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ കൂടുതൽ കക്ഷികൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടിയുടെ MP-മാർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. ഡിജിറ്റൽ വോട്ടർ പട്ടിക കൈമാറിയതും വീഡിയോ തെളിവുകൾ അതായത് CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിലധികം നശിപ്പിക്കണമെന്ന സർക്കുലറുകൾക്കും കമ്മീഷൻ BJPക്ക് ഒത്താശ ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഉന്നയിക്കുന്നത്. കമ്മീഷൻ ഇതിനൊന്നും തന്നെ ഉത്തരം നൽകിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത. 45 ദിവസത്തിനകം CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കണമെന്ന സർക്കുലർ ഇറക്കിയതിന്റെ കാരണം തേടിയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് കമ്മീഷൻ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ മറുപടി കാക്കാനാകില്ല എന്നതായിരുന്നു കമ്മീഷന്റെ മറുപടി വന്നത്. അതേസമയം ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടകയിലും UPയിലും മഹാരാഷ്ട്രയിലും വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയുടെ നുണ പൊളിച്ചടുക്കി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ ടുഡേ അതിലെ ഒരു ലേഖനം. മാത്രമല്ല, രാഹുലിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം രംഗത്ത് വരികയും രാഹുലിന്റെ ആരോപണങ്ങളെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തു. ആദിത്യ ശ്രീവാസ്തവ എന്ന ഒരൊറ്റ വോട്ടർക്ക് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളത്തരത്തിന് ഇത് ഉദാഹരണമാണ് എന്നുള്ളത് കോൺഗ്രസ് നേതാവ് ഈ ഒരു വാദത്തെ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യ ടുഡേ. കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് വോട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. പക്ഷേ ഇദ്ദേഹത്തിന് കർണാടകയിൽ മാത്രമേ വോട്ടുള്ളൂവെന്നും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും വോട്ടില്ല എന്നും ഇതിൽ വ്യക്തമായി തന്നെ അല്ലെങ്കിൽ ഇവർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കേണ്ടതുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിവെക്കുന്നതായിരുന്നു ഈ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ആദിത്യ ശ്രീവാസ്തവയ്ക്ക് 3 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടെടുപ്പിന്റെ ഉദാഹരണമാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ആദിത്യ ശ്രീവാസ്തവയ്ക്ക് 3 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടെന്നായിരുന്നു റോയിറ്റേഴ്സ് ID കാർഡ്സ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആരോപണം ഉയർത്തിയത്. ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇന്ത്യ ടുഡേയിലെ ലേഖനത്തിൽ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.